കേട്ടിട്ട് എക്സാമിന് വേണ്ടി റെഡി അല്ലേ? വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മുടെ കേട്ടിട്ട് 2026 അങ്ങനെ നമ്മുടെ കാത്തിരുന്ന് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും സെറ്റല്ലേ? പഠിച്ചിട്ട് എല്ലാവരും ഒരു നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും, ഓരോ പോർഷൻസ് വിട്ടുപോയ എല്ലാ ഭാഗങ്ങളും എടുത്ത് നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും സെറ്റായി. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മതി അല്ലേ? ആ ഒരു സ്റ്റേജിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു സ്റ്റേജും കൂടി ഉണ്ട്. എന്ത് ടെൻഷൻ, എന്തായിരിക്കും നാളെ ക്വസ്റ്റ്യന് ചോദിക്കുക, ഈ ഭാഗം ചോദിക്കോ, ആ ഭാഗം ചോദിക്കോ, എനിക്കിനി മറന്നു പോവോ, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോവോ, അങ്ങനെയുള്ള ടെൻഷന്റെ ഒരു ഭാഗവും ഉണ്ടാവും. ഈ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് പറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇനി എക്സാം ഹാളിൽ എത്തുമ്പോൾ ഓർമ്മ വന്നോളും. ആരും മറന്നു പോകുന്നുള്ള ടെൻഷൻ അടിക്കേ വേണ്ട. ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസും കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവിടെ എന്തായാലും ഓർമ്മ വരും. അത് വെച്ച് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മാർക്കിങ് നമുക്ക് കേട്ടിട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ടെൻഷനും നമുക്ക് ആവശ്യമില്ല. വളരെ കൂളായിട്ടിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനി എക്സാമിന് പോകുമ്പോൾ നമ്മുടെ അശ്രദ്ധ കാരണം ഒരു മിസ്റ്റേക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം, എക്സാമിന്റെ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ച് വെക്കണം, ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞൊരു ഫുൾ പാക്കേജ് വീഡിയോ ആണ് ഇന്നുള്ളത് നമുക്ക്. അപ്പോൾ നമുക്ക് വൈകി തന്നെ വീഡിയോയിലേക്ക് തന്നെ ആദ്യമേ അങ്ങോട്ട് പോകാം. കൂടുതൽ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ഓരോ മിനിറ്റും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റിലാക്സ് ആയിരിക്കുക, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കേട്ടിട്ട് എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യങ്ങൾ നോക്കാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഈ ഒരു കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വരും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്തത് ശരിയായിരിക്കുമോ, ഇതിന് തെറ്റായിരിക്കുമോ, ഇനി എൻ്റെ OMR അസാധുവാക്കുമോ. ഇൻവിജിലേറ്റേഴ്സ് ഇത്രയേ പറയുള്ളൂ, നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ OMR അസാധുവാക്കും. ആ OMR അസാധുവാക്കും ഒരൊറ്റ വാക്ക് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് കേൾക്കുന്നതോടെ നിങ്ങളുടെ മനസ്സ് നേരെ വീഴും, ഡിം ഇല്ലേ? അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സംശയവും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഉണ്ടാവില്ല. എല്ലാ കാര്യവും നിങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പുറത്ത് ഇതാണ് മാർക്ക് ചെയ്യേണ്ടത്, എല്ലാം വളരെ ക്ലിയർ ആക്കി നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്നുണ്ടാവും. ഒരു തരത്തിലുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ ഫുൾ ഒരു ഡൗട്ടും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാവും, OMR ഷീറ്റിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയാലോ നമുക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം, കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. ഒരു എക്സാമിന് ഇതിപ്പോൾ 10ാം ക്ലാസ് മുതലാണെങ്കിലും നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് എത്ര ദിവസങ്ങൾ മുന്നേ തന്നെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ ഹാൾ ടിക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാൾ ടിക്കറ്റിലുള്ള ഫോട്ടോ ആണ് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ, ആ ഫോട്ടോയിൽ എന്തെങ്കിലും വളരെ കറപ്പടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ഒരു ഫോട്ടോയും കൂടി കയ്യിൽ കരുതുക. അല്ലെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, കളർ പ്രിന്റ് എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതാകുമ്പോൾ കളർ പ്രിന്റ് ആകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാൾ ടിക്കറ്റിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ID കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ആധാർ കാർഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് പാൻ കാർഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് പാസ്പോർട്ട് ആയിരിക്കാം, ചിലപ്പോൾ അത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അതേ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അത് ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് അത് ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ ഇന്നതാണ് നിങ്ങളുടെ ഓപ്റ്റ് ചെയ്ത ID കാർഡ്. ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, അതിന് നമ്പറും ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ID കാർഡ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടത്. വേറെ ഒരു ID കാർഡും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് വേണ്ടി കൊണ്ടുപോകരുത്. പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എപ്പോൾ, നിങ്ങളുടെ ഈ ആധാർ കാർഡിൽ ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള, ജാമ്പവാന്റെ കാലത്തുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡോ, അല്ലെങ്കിൽ ആധാർ കാർഡിലെ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആധാർ കാർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വളരെ വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ ID കാർഡും കൂടി കയ്യിൽ കരുതാം. ഡ്രൈവിംഗ് ലൈസൻസോ
പാസ്പോർട്ടോ പാൻ കാർഡോ ഒരു എക്സ്ട്രാ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫോട്ടോ അടങ്ങിയിരിക്കുന്ന ഒരു ആധാർ കാർഡും കൂടി എന്ത് ചെയ്യുക, കയ്യിൽ കരുതി വെക്കുക. കാരണം നിങ്ങളുടെ ആ ഫോട്ടോ കണ്ട് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ഒരു ആധാർ കാർഡ് നിങ്ങൾ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു പാൻ കാർഡ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇതുപോലെ എക്സ്ട്രാസ് കൊണ്ടുപോകേണ്ടത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധാർ കാർഡിലോ നിങ്ങൾ കൊടുത്ത ID കാർഡിലോ ഫോട്ടോ ക്ലിയർ അല്ലാത്തവർ മാത്രം എക്സ്ട്രാ ഉള്ളത് കൊണ്ടുപോയാൽ മതി. അല്ലാത്തവരെല്ലാവരും ഹോൾ ടിക്കറ്റിൽ ഏതാണോ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ID കാർഡ് ആ ID കാർഡ് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്, ബ്ലാക്ക് പോയിന്റ് പെൻ അല്ലെങ്കിൽ ബ്ലൂ പോയിന്റ് പെന്ന്. മാക്സിമം ജെൽ പെന്നും ഇങ്ക് പെന്നും ഒക്കെ ഒഴിവാക്കുക. ഒരു പരീക്ഷയ്ക്ക് നമുക്ക് കറപ്പിക്കാനാണുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, ബോൾ പോയിന്റ് പെന്നാണ്. അപ്പോൾ മാക്സിമം ഒരു ബോൾ പോയിന്റ് പെന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. 2 എണ്ണം കൊണ്ടുപോയിക്കോളൂ. പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പെന്ന് കടയിൽ നിന്ന് വാങ്ങി അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എക്സാമിന് കൊണ്ടുപോകും. അത് മാക്സിമം ചെയ്യാതിരിക്കുക. കാരണം പുതിയ പെന്ന് എന്ന് പറയുമ്പോൾ ഇതുവരെ എഴുതാത്ത ഒരു പെന്നിന് ഒരു റഫ്നെസ് ഉണ്ടാവും. നമ്മൾ കറപ്പിക്കാൻ ശ്രമിക്കും, അതെന്താവും, അവിടെ ഒരു ഹോൾ വീഴാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഭാഗം മര്യാദയ്ക്ക് കറപ്പിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഇതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് മാനുവലി അല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വാല്യുവേഷൻ ആണ്. അപ്പോൾ കറക്റ്റായ ഭാഗം കറപ്പിച്ചത് കണ്ടാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മാക്സിമം ആ ഒരു ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലോണം കുറച്ചൊന്ന് എഴുതി തഴമ്പിച്ച് കുറച്ച് മഷി കുറഞ്ഞാൽ കുറച്ച് കാലമെങ്കിൽ നിങ്ങൾ എഴുതിയ ഒരു പെന്ന് 2 പെന്ന് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതമായിട്ടുണ്ടാവുക. പുതിയ പെന്ന് വാങ്ങി കൊണ്ടുപോകുന്നത് മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പേപ്പറിൽ ഹോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ ഉള്ള വാട്ടർ ബോട്ടിലൊന്നും അല്ലാതെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉള്ളിൽ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ചില എക്സാം ഹാളിൽ വാച്ച് അനുവദിക്കും, ചില എക്സാം ഹാളിൽ വാച്ച് അനുവദിക്കില്ല. അപ്പോൾ മാക്സിമം വാച്ച് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. സമയവും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇൻവിജിലേറ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മാക്സിമം വാച്ച് അവോയ്ഡ് ചെയ്യുക. സ്മാർട്ട് വാച്ചുകൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഒരിക്കലും ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും നമ്മുടെ ഹാളിനകത്ത് കയറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സ്മാർട്ട് വാച്ചുകൾ മാക്സിമം എന്തായാലും അവോയ്ഡ് ചെയ്യണം. അത് ഒരിക്കലും കൊണ്ടുപോകരുത്. സാധാ വാച്ചുകൾ നിങ്ങൾക്ക് സമയം നോക്കിയാലേ എക്സാം എഴുതാൻ പറ്റുന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ ഇൻവിജിലേറ്ററിനോട് ചോദിച്ച് നിങ്ങൾക്ക് പെർമിഷൻ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചില ഇൻവിജിലേറ്റേഴ്സ് അത് സമ്മതിക്കില്ല. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാച്ച് കൊണ്ടുപോകണ്ട എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത്. ഹാൾ ടിക്കറ്റ് നിർബന്ധമായും കൊണ്ടുപോവുക. മാക്സിമം കളർ പ്രിന്റ് ആയിട്ടുള്ള ഹാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ ഒരു ID കാർഡും കൂടി കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ID കാർഡ് തന്നെ നിങ്ങൾ കൂടെ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ബോൾ പോയിന്റ് പെന്ന് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്പാരന്റ് ബോട്ടിൽ മാത്രം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. വേറൊരു കളറുള്ള ബോട്ടിൽസും എന്ത് ചെയ്യരുത്, കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹാൾ ടിക്കറ്റിന് നമുക്ക് ഉണ്ടാവുക ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ ID ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടേണ്ട ഒരു ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ ID കാർഡ് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്ത ID കാർഡ് അതും അവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ ഷെഡ്യൂൾ, സമയം, ഏത് സമയത്താണ് നിങ്ങൾ കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും അത് ഏത് സമയത്താണ് അത് നടക്കുന്നത് എന്നതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് ഒരു അരമണിക്കൂർ മുന്നേ, മാക്സിമം അരമണിക്കൂർ മുന്നേ എങ്കിലും, നിങ്ങൾ ശരിക്കും പറയുന്നത് 3/4 മിനിറ്റ് മുന്നേ നിങ്ങൾ എക്സാം ഹാളിൽ എത്തണം എന്നാണ്. പക്ഷെ അരമണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ദൂരെ എക്സാം സെന്റർ ഉള്ള ആൾക്കാർ ഇന്ന് തന്നെ പോയി നിങ്ങളുടെ എക്സാം സെന്റർ ഏതാന്നുള്ളത് ഉറപ്പിക്കുക. ഇന്ന സ്ഥലത്താണ് നിങ്ങളുടെ എക്സാം സെന്റർ എന്നുള്ളത് ഉറപ്പിക്കുക. രാവിലെ നിങ്ങൾ പോയി നിങ്ങളുടെ വഴി തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും സമയം പോകും. പിന്നീട് വീണ്ടും ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമുള്ള സ്ഥലമോ നിങ്ങൾക്ക് അറിയാത്ത സ്കൂളോ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, നാളത്തെ എവിടെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ എന്നുള്ളത് ഇന്ന് തന്നെ പോയി കൺഫേം ചെയ്യുക. തിങ്കളാഴ്ചത്തെ എക്സാമിന് ഞായറാഴ്ച പോയി തന്നെ ആ ഒരു സെന്ററിൽ കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാമിനേഷൻ സെന്റർ വളരെ കൃത്യമായി നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ അത് നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അറിയാത്ത സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ പോയിട്ട് ആ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഇനി റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്നത് റോൾ നമ്പർ ആണ്. ഈ ഒരു റോൾ നമ്പർ ആണ് നിങ്ങൾ OMR ഷീറ്റിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റിലൊക്കെ എഴുതാനുള്ള കോളത്തിൽ എഴുതേണ്ടത്. ഒരിക്കലും അവിടെ പോയിട്ട് എന്ത് എഴുതരുത്, ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ IDയോ എഴുതാൻ പാടില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് രണ്ടും നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ IDയും നിങ്ങൾക്ക് വേണ്ടി വരിക നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഒക്കെ ഇത് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ആ നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക, ഫോണിൽ എവിടെയെങ്കിലും ID പേപ്പറിലോ എഴുതി വെക്കുക. അതേസമയം റോൾ നമ്പർ
എന്ന് പറയുന്നതാണ് നിങ്ങൾ OMR ഷീറ്റിലാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് റോൾ നമ്പർ എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുമ്പോൾ പറഞ്ഞു തരാം. റോൾ നമ്പർ എന്ന കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് നിങ്ങളുടെ റോൾ നമ്പർ. നിങ്ങളുടെ പേര് എവിടെയും വെളിപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ ഐഡന്റിറ്റി ആയിരിക്കും നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റോൾ നമ്പർ എന്തായാലും എല്ലാവരും കൃത്യമായി നോക്കി വെക്കുക. റോൾ നമ്പർ മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ഏത് ക്ലാസ്സിലേക്കാണ് പോവേണ്ടത്. നിങ്ങൾക്ക് റൂം ഷെഡ്യൂളൊക്കെ തന്നിട്ടുണ്ടാവും ഒരു സ്കൂളിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ആ റൂം ഷെഡ്യൂളിൻ്റെ ആ ലിസ്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ നമ്പറാണ്, റോൾ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ ഐഡിയോ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റൂം എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതേണ്ട സ്ഥലം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ റോൾ നമ്പർ വെച്ചിട്ട് വേണം ആ ലിസ്റ്റിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എഴുതുന്നത്? കാറ്റഗറി 1 ഒരു ഹോൾ ടിക്കറ്റ് ആയിരിക്കും, കാറ്റഗറി 2 വേറെ ഹോൾ ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ 1ഉം 2ഉം എഴുതുന്നവർ 2 ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. 2ഉം 3ഉം എഴുതുന്നവരും 2 ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം, നിർബന്ധമായി കൊണ്ടുപോകണം. 2നും കൂടി ഒരു ഹോൾ ടിക്കറ്റ് അല്ല, വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. കാറ്റഗറി 1 ഒരു ഹോൾ ടിക്കറ്റ് ആണ്, കാറ്റഗറി 2 വേറെ തന്നെ ഹോൾ ടിക്കറ്റ് ആണുള്ളത്. അപ്പോൾ ഓരോന്നിനും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ്സ് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ വെന്യൂ ഏതാണ് നിങ്ങളുടെ സ്കൂൾ എന്നുള്ളത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ, ഡേറ്റ് ഉള്ള സിഗ്നേച്ചർ ഇടാനുള്ള ഒരു ഭാഗമുണ്ട്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ആയ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ OMR ഷീറ്റിലും ഇൻവിജിലേറ്റർ സൈൻ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ സൈൻ ചെയ്താൽ മാത്രമേ ഈ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഈ റിസൾട്ട് വന്ന ശേഷം ക്വാളിഫൈ ആയാൽ വെരിഫിക്കേഷന് പോകുന്നുണ്ടല്ലോ, ആ വെരിഫിക്കേഷന് പോകുമ്പം അവർ ഈ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് ഈ ഹോൾ ടിക്കറ്റ് ചുരുട്ടി എവിടെയും കളയരുത്. ഈ ഹോൾ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം. ഈ ഹോൾ ടിക്കറ്റ് എവിടെ ആവശ്യം വരും? നിങ്ങൾ റിസൾട്ട് വന്ന ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പം ഈ സൈൻ ചെയ്ത ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഈ ഹോൾ ടിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ വളരെ കൃത്യമായി ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇൻവിജിലേറ്റർ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരാം, പക്ഷെ നിങ്ങളായിരിക്കണം നിങ്ങളുടെ OMR ഷീറ്റിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ? അപ്പോൾ ഹോൾ ടിക്കറ്റിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ, എന്താണ് ഹോൾ ടിക്കറ്റിൽ ഉള്ളതെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ നിങ്ങളുടെ OMR ഷീറ്റിലും എഴുതേണ്ടത് ഏത് നമ്പറാണ്? റോൾ നമ്പർ ആണ്. ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ ഐഡിയോ അവിടെ എഴുതരുത്, റോൾ നമ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ OMR ഷീറ്റിലും നിങ്ങൾ എഴുതേണ്ട നമ്പർ ഏതാണ്? റോൾ നമ്പർ ആണ്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിലിനി ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. ഇനി എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അത് നോക്കിയാലും നമുക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയപ്പെടാം എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നതെന്ന്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോഡ് കാണാം. ആ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമുക്ക് കേട്ടിട്ടുണ്ടാവുക. അത് കാറ്റഗറി 1, 2, 3, 4നും 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. A, B, C, D എന്നിങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് സെറ്റ് A ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയയാണ് ഇത്. നമുക്ക് 4 സെറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് പോലെ തന്നെ നമുക്ക് 3 പാർട്ട് ഉണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1 നമ്മുടെ മെയിൻ ഭാഗമായിരിക്കും. നമ്മുടെ സൈക്കോളജിയും EVSും സയൻസും മാത്സും ഒക്കെ വരുന്ന മെയിൻ പാർട്ടാണ് എന്ത്? പാർട്ട് 1 എന്ന് പറയുന്നത്. ഈ പാർട്ട് 1 കാറ്റഗറി 1, 2, 3, 4 എല്ലാം വ്യത്യാസമാണ്. നമ്മളത് നോക്കും എന്തായാലും. അപ്പോൾ പാർട്ട് 1 എല്ലാവർക്കും വ്യത്യാസമാണ്. പാർട്ട് 2ഉം പാർട്ട് 3യും എപ്പോഴും, പാർട്ട് 2 എപ്പോഴും ഒരു ലാംഗ്വേജ് ആയിരിക്കും. അത് കാറ്റഗറി 1നും മുതൽ 4 വരെയും വളരെ വ്യത്യാസങ്ങളുണ്ട്. പാർട്ട് 3 എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിരിക്കും കാറ്റഗറി 3നും 4നും. അതേസമയം കാറ്റഗറി 1നും 2നും എന്താണ്? ഈ പാർട്ട് 3യും പാർട്ട് 2 എന്താണ്? ലാംഗ്വേജ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 3 പാർട്ട് ഉണ്ടാവും. അതായത് 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഒന്ന് പാർട്ട് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്ന് പാർട്ട് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്ന് പാർട്ട് 3ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3ലുമുള്ള ഈ കോഡ്, ആ ഒരു കോഡ് സെയിം ആണോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ സെറ്റ് B തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നോക്കിക്കേ, ഇത് നോക്ക്, ഇത് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമുക്ക് മാർച്ച് കേട്ടിട്ടുള്ള ചോദ്യമാണ്. കാറ്റഗറി 1ല് പാർട്ട് 3, പാർട്ട് 2, പാർട്ട് 1 ഇങ്ങനെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. അതിൽ ഈ പാർട്ട് 1ലാണെങ്കിലും പാർട്ട് 2വിലാണെങ്കിലും പാർട്ട് 3യിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 3നും കോഡ് എന്തായിരിക്കണം?
ബി ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എ ആണ് പാർട്ട് 1 കിട്ടിയതെങ്കിൽ പാർട്ട് 2 എന്തായിരിക്കണം? എ ആയിരിക്കണം. പാർട്ട് 3യും എന്തായിരിക്കണം? എ ആയിരിക്കണം. ഇപ്പൊ സി ആണ് കിട്ടിയതെങ്കിലോ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും എന്തായിരിക്കണം? സി ആയിരിക്കണം. അതുപോലെ ഡി ആണ് കിട്ടിയതെങ്കിലോ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും എന്തായിരിക്കണം? ഡി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ വളരെ കൃത്യമായി ചെക്ക് ചെയ്ത് പോകണം. ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ സെറ്റ് കോഡ് ABCD എന്നുള്ള സെറ്റ് കോഡ് നിങ്ങൾ എന്തായിരിക്കണം? സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇൻവിജിലേറ്റേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കോഡ് ഏതാണ്. നിങ്ങളുടെ സീറ്റ് നമ്പറിൽ ചിലപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ടാവും, സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏത് കോഡാണ് എന്നുള്ളത് ആദ്യം നോക്കുക. ഫസ്റ്റ് പേപ്പറിൽ, അതായത് പാർട്ട് 1ൽ ഏത് കോഡാണ് അതേ കോഡായിരിക്കണം പാർട്ട് 2വിലും ഉണ്ടാവേണ്ടത്, പാർട്ട് 3യിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഏതായിരിക്കണം അവരുടെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കോഡുകൾ പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഒന്ന്, ക്വസ്റ്റ്യൻ പേപ്പറുടെ കോഡ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞിട്ട് 105, 102, 101 എന്ന് പറഞ്ഞ് 1001 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു കോഡ് ഉണ്ടാവും. അതിനുശേഷം ആ ബുക്ക്ലെറ്റ്, ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന് ഒരു നമ്പർ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡും ഉണ്ടാവും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കോഡുകൾ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും 3 ക്വസ്റ്റ്യൻ പേപ്പറിലും. 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകളും ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പറുകളും എന്താണ്? വ്യത്യാസമാണ്. ഇവിടെ 1002 ആണെങ്കിൽ ഇവിടെ 1001 ആണ്, ഇവിടെ 1005 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ പാർട്ട് 3ല് 10,000, 5,000 ഇതാണ് നമ്പർ, 66 ആണ് നമ്പർ വരുന്നതെങ്കിൽ പാർട്ട് 2ൽ അത് 38 ആണ്. പാർട്ട് 1ലും അതെന്താണ്? 538 ആണ് വരുന്നത്. ഇവിടെ 338 ആണ് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പൊ അത് ആദ്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡും ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പറും ഉണ്ടാവും. രണ്ടും 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. എന്തിനാ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡിന്റെ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OMR ഷീറ്റ് നമ്മൾ പരിചയപ്പെടും. OMR ഷീറ്റ് എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ എഴുതാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ എന്നൊരു കോളവും കൂടി കാണാം. OMR ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് കാണാം. ആ നമ്പറിന്റെ അവിടെ പലരും എന്താണ് എഴുതി വെക്കുക? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് എഴുതി വെക്കുക. അത് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ മാത്രമേ എവിടെ എഴുതാവൂ? ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറിന്റെ ആ ഒരു OMRന്റെ ഭാഗത്ത് എഴുതാൻ പാടുള്ളൂ. അത് കറുപ്പിക്കുകയും ചെയ്യണം. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്? OMR ഷീറ്റില് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് ചോദിക്കുമ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതി വെക്കരുത്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറാണ്. ഇനി നിങ്ങൾക്ക് ഒരു അടുത്ത സംശയം വരുന്ന ഒരു ഏരിയ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അപ്പൊ 3നും 3 കോഡാണ്. അപ്പൊ ഏത് കോഡാണ് OMR ഷീറ്റിൽ എഴുതുക എന്നൊരു സംശയം നിങ്ങൾക്ക് വരും, ഉറപ്പായിട്ടും വരും. അപ്പം അവിടെ നിങ്ങൾ എഴുതേണ്ടത് പാർട്ട് 1ന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ. അതാ നിങ്ങളുടെ കയ്യിൽ ആദ്യം കിട്ടുക. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ആണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്? ഈ OMR ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പൊ പാർട്ട് 1ലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ ആയിരിക്കണം നിങ്ങൾ OMR ഷീറ്റിൽ എഴുതുന്നത്. പാർട്ട് 2ന്റെയോ പാർട്ട് 3ന്റെയോ എന്ത് ചെയ്യരുത്? എഴുതാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇതാ ഞാൻ പറഞ്ഞു, OMR ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയം വരും, നിങ്ങൾക്ക് ഫുള്ള് ടെൻഷനാവും. ആ ടെൻഷൻ വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡും ബുക്ക്ലെറ്റ് നമ്പറും കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് വരും, ഏതാണ് കൊടുക്കേണ്ടത്. പിന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ഏത് ബുക്ക്ലെറ്റ് നമ്പർ ആണ് എഴുതേണ്ടത്? സംശയം വരും. ആ സംശയം ഇല്ലാതിരിക്കാനാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഈ ബോക്സ് ആണ് എഴുതേണ്ടത്. അത് പേപ്പർ പാർട്ട് 1ന്റേതായിരിക്കണം നമ്മൾ OMR ഷീറ്റിൽ എഴുതേണ്ടത്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെയാണ് ഇനി ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1 പാർട്ട് 2 എന്താന്ന് നോക്കാം. അപ്പൊ ഇത് കാറ്റഗറി 1ന്റെ നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം കാറ്റഗറി 1 ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. കാറ്റഗറി 1ല് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 1നും 2വിനും 3ക്കും 4നും സിമിലർ ആണ്. ഈ സെക്ഷൻ, ഈ ആദ്യത്തെ ഈ പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഈ ഭാഗം 1നാണെങ്കിലും 2വിനാണെങ്കിലും 3നാണെങ്കിലും 4നാണെങ്കിലും സെയിം ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കാണുന്ന എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിൽ റോൾ നമ്പർ എഴുതണം. അപ്പൊ നമ്മുടെ ഹോൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ റോൾ നമ്പർ ആക്കി എഴുതേണ്ടത്. പിന്നെ നോക്കിക്കേ, ഇനി കാറ്റഗറി 1ന്റെ കേസിൽ നമുക്ക് ഇത്രയും 3 സബ്ജക്റ്റുകളാണ് പാർട്ട് 1ൽ വരുന്നത്. ഏതൊക്കെയാ?
ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, അതിന്റെ ചോദ്യങ്ങൾ 1 മുതൽ 30 വരെയാണ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിന്റെ ചോദ്യം ഉണ്ടാവുക. പിന്നെ 31 മുതൽ 60 വരെ മാത്സിന്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ അതുപോലെ 61 മുതൽ 90 വരെ EVSന്റെ ചോദ്യം. കാറ്റഗറി 1 ആണ് പറയുന്നത്. കാറ്റഗറി 1 നമുക്ക് 1 മുതൽ 30 വരെ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ചോദ്യമാണെങ്കിൽ 31 മുതൽ 60 വരെ മാത്സിന്റെ ചോദ്യമായിരിക്കും. EVSന്റെ ചോദ്യമാണ് 61 മുതൽ 90 വരെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് കാറ്റഗറി 1ന്റെ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പാർട്ട് 2 എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും വരിക. ഇവിടെ മലയാളമാണ് കൊടുത്തതെങ്കിൽ ഇവിടെ മലയാളമാണ് വരിക. നോക്കിക്കേ, അവിടെ നമുക്ക് 91 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അടുത്തത് 121 മുതൽ 150 ഉള്ള ചോദ്യം നിങ്ങൾ ഏതാണോ ഓപ്ഷൻ കൊടുത്തത് അതാണ് നിങ്ങളുടെ പാർട്ട് 3. അപ്പൊ പാർട്ട് 2ഉം പാർട്ട് 3ഉം 2 ലാംഗ്വേജ് ഓപ്ഷൻസ് കാറ്റഗറി 1ലുണ്ട്. ഒന്നാമത്തത് പാർട്ട് 1 ജനറൽ പേപ്പർ ആണ്. പാർട്ട് 2ലും പാർട്ട് 3ലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം മാർക്ക് ചെയ്യുക. ഇനി കാറ്റഗറി 2 എടുക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ പേപ്പർ, അവരുടെ പാർട്ട് 1 എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജി, മാത്സ്, ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ്. EVS എന്നൊരു ഒറ്റ പേപ്പർ ആയിരുന്നു കാറ്റഗറി 1ലെങ്കിൽ കാറ്റഗറി 2 ആവുമ്പോൾ അത് ജനറൽ സയൻസും സോഷ്യൽ സയൻസുമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അനുസരിച്ചിട്ട് അതിനുള്ള മാർക്ക് നിങ്ങൾ ചെയ്യുക. പിന്നെ പാർട്ട് 2 വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രശ്നം. കാറ്റഗറി 2കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 2ന്റെയും പാർട്ട് 3ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും എന്തുണ്ടാവും, ഇംഗ്ലീഷും മലയാളവും ഉണ്ടാവും. പാർട്ട് 2ന്റെയും പാർട്ട് 3ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടിലും എന്തുണ്ടാവും, ഇംഗ്ലീഷും മലയാളവും കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു കാര്യം എടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കേണ്ട വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റും കൂടി അടുത്ത് വെക്കുക. ഹോൾ ടിക്കറ്റ് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ പേപ്പർ 1 പാർട്ട് 2 നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തത്, പാർട്ട് 3 നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തത്, വളരെ കൃത്യമായി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്കൊരു സംശയം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് അടുത്ത് വെക്കുക. പാർട്ട് 2 നിങ്ങൾ ഏതാണ് കൊടുത്തത് എന്ന് ഹോൾ ടിക്കറ്റിൽ കാണാൻ പറ്റും. അതിലെ ചോദ്യങ്ങൾ മാത്രം പാർട്ട് 2ൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2ൽ നിങ്ങൾ മലയാളമാണ് കൊടുത്തതെങ്കിൽ മലയാളത്തിന്റെ ചോദ്യങ്ങളാണ് പാർട്ട് 2ൽ നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. രണ്ടിനും സെയിം ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. 91 മുതൽ 120 രണ്ടും കാണുന്നത്. പക്ഷേ മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മലയാളമാണ് പാർട്ട് 2ൽ കൊടുത്തതെങ്കിൽ മലയാളത്തിന് അവിടെ മാർക്ക് ചെയ്യുക. അതേസമയം ഇംഗ്ലീഷ് ആണ് നിങ്ങൾ പാർട്ട് 3ൽ കൊടുത്തതെങ്കിൽ ഇംഗ്ലീഷ് മാർക്ക് ചെയ്യുക. രണ്ടും ഒരേ സബ്ജക്റ്റ് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പാർട്ട് 2ൽ മലയാളമാണെങ്കിൽ പാർട്ട് 3ൽ നിങ്ങൾക്ക് കൊടുത്തത് എന്തായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി ചില ആൾക്കാർ എന്തായിരിക്കും, പാർട്ട് 2ൽ അവർ ഇംഗ്ലീഷ് ആയിരിക്കും, പാർട്ട് 3ൽ അവർക്ക് എന്തായിരിക്കും, മലയാളമായിരിക്കും. അപ്പൊ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഹോൾ ടിക്കറ്റ് നോക്കി മാത്രം എന്ത് ചെയ്യാം, ഇത് ഏതാന്ന് ചൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് എന്ത്, കാറ്റഗറി 3കാരത് എന്ന് പറയുന്നത്. കാറ്റഗറി 3നുള്ളത് ഫസ്റ്റ് പേപ്പർ പാർട്ട് 1 എന്ന് പറയുന്നത് സൈക്കോളജീന്റെ പേപ്പറും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും രണ്ടും കൂടി വരുന്നതാണ് അവരെ ഫസ്റ്റ് പേപ്പർ. കാറ്റഗറി 3ക്കും 4നും ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. കാറ്റഗറി 1കാരെയും 2കാരെ പോലെ ഇത്രയും പ്രശ്നം ആർക്കില്ല. കാറ്റഗറി 3ലും 4ലും ഇത്രയും പ്രശ്നമില്ല. കാറ്റഗറി 3കാർക്ക് ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ, ഐദർ മലയാളം ഓർ ഐദർ ഇംഗ്ലീഷ് എന്നൊരു ചോദ്യം മാത്രം. അപ്പൊ ഇവിടെ ഇവർ ഏതാണോ സെലക്ട് ചെയ്തത് പാർട്ട് 2, മലയാളമാണെങ്കിൽ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. രണ്ടും കൂടി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം രണ്ടിനും സെയിം ക്വസ്റ്റ്യൻ നമ്പറുകളാണ്. അപ്പൊ 41 മുതൽ 70 വരെ നിങ്ങൾ മലയാളമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പിന്നത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് ഏതിന്റെയാ, പാർട്ട് 3ന്റെ നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ കാറ്റഗറി 3ൽ 3 പേപ്പറിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ പേപ്പർ നിങ്ങളുടെ ജനറൽ പേപ്പർ ആയിരിക്കും, രണ്ടാമത്തെ പേപ്പർ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് ചൂസ് ചെയ്തത് അത് നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ പേപ്പർ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. ഫിസിക്കൽ സയൻസ് എന്നാണെങ്കിൽ ഫിസിക്കൽ സയൻസ് മാർക്ക് ചെയ്യാനുള്ള ഭാഗം OMR ഷീറ്റിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ബബിൾ ചെയ്യും. OMR ഷീറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി പാർട്ട് കാറ്റഗറി 4ൻ്റെതാണെങ്കിൽ അവരെ പാർട്ട് 1ൽ ഉണ്ടാവുക ജനറൽ പേപ്പറാണ്. ഇതേ സെയിം കാര്യമാണ്. മലയാളം ഓർ ഇംഗ്ലീഷ് ഏതാണോ അവർ ചൂസ് ചെയ്തത് അത് അവർ മാർക്ക് ചെയ്യുക. അതിനുശേഷം അവരെ പേപ്പർ ഏതാണോ അവരെ കാറ്റഗറി 4ൽ അവരെ പേപ്പർ അത് അവർ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് OMR ഷീറ്റ്. OMR ഷീറ്റ് നിങ്ങൾ ആദ്യം കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കറക്റ്റ് നിങ്ങളുടെ എന്താണോ OMR ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അതിൻ്റെ സെയിം കോപ്പിയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
നോക്കിക്കേ, ഇതാണ് നിങ്ങളുടെ OMR ഷീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് OMR ഷീറ്റ് ഉണ്ടാവുക. അപ്പം ഈ OMR ഷീറ്റിൽ 3 ഭാഗങ്ങളെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്, പാർട്ട് 2, പാർട്ട് 3 എന്ന രീതിയിൽ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കാറ്റഗറി 1നും 2നും 3ക്കും 4നും ഡിഫറെന്റ് OMR ഷീറ്റാണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള OMR ഷീറ്റാണ്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഏതാണോ കാറ്റഗറി OMR ഷീറ്റ് എന്നുള്ളത് ആ ഭാഗം പോസ് ചെയ്ത് വീണ്ടും വീണ്ടും കാണുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം പോസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കാണുക. നമ്മൾ 4 കാറ്റഗറീനെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തതാണ് കാറ്റഗറി 1 കാറ്റഗറി 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും ഈ ഫില്ല് ചെയ്യേണ്ട ഈ ഭാഗം സെയിം ആണ്. ഈ ഭാഗം പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 അല്ലാതെ ഫസ്റ്റ് മുകളിൽ ഫില്ല് ചെയ്യേണ്ട ഈ ഒരു ഭാഗം 3 പേർക്കും 4 പേർക്കും സെയിം ആണ്. കാറ്റഗറി 1നാണെങ്കിലും 2നാണെങ്കിലും 3നാണെങ്കിലും എന്താണ്, 4നാണെങ്കിലും സെയിം ആണ്. നോക്കിക്കേ, ഫസ്റ്റത്തെ കാര്യമാണ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, പേരാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി നിങ്ങൾ വീഡിയോ കാണുക. കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 2 പേരുണ്ടെങ്കിൽ, ഇപ്പോൾ ആര്യ M അല്ലെങ്കിൽ അഞ്ജലി VM ഇങ്ങനെ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? ശരിക്കും നിങ്ങൾ എഴുതുക എങ്ങനെയായിരിക്കും? നിങ്ങളുടെ പേര് എഴുതുമ്പോൾ ഇപ്പൊ ആര്യ M ഇങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതി പോവുക അല്ലേ? ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഇനീഷ്യലോ നിങ്ങൾക്കൊരു സെക്കൻഡ് നെയിമോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ എഴുതുന്നതിന് മുന്നേ ഒരു കോളം വിടണം, ഒരു അക്കം വിടണം. ഇപ്പൊ ആര്യ കഴിഞ്ഞ് M ആണെങ്കിൽ ഈ അക്കം വിട്ടിട്ട് ഇവിടെ ആയിരിക്കണം M എഴുതേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ അതേസമയം ഇപ്പൊ അഞ്ജലി എന്നാണെന്ന് വിചാരിച്ചോ, അഞ്ജലി VM എന്നാണെങ്കിൽ അഞ്ജലി VM 2 ഇനീഷ്യൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ I കഴിഞ്ഞ് Vക്ക് ഒരു സ്ഥലം ഇടുക, അടുത്ത കോളം വിട്ടിട്ട് മാത്രമേ നിങ്ങൾ എന്ത് എഴുതാവൂ? M എന്ന് എഴുതാവൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് 2 നെയിം അല്ലെങ്കിൽ 2 ഇനീഷ്യൽസ് നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പേര് ഒന്നിച്ചെഴുതുക, രണ്ടാമത്തെ പേര് എഴുതുന്നതിന് മുന്നേ ഒരു കള്ളി വിടുക, എന്നിട്ട് അടുത്തത് എഴുതുക. ഇനിയും ഇനീഷ്യൽ ഉണ്ടെങ്കിൽ അടുത്ത കള്ളി വിടുക, എന്നിട്ട് അടുത്തത് എഴുതുക. അപ്പൊ ഈ ഒരു പേര് എഴുതുന്നത് ക്ലിയർ ആയോ? അപ്പൊ നടുക്കൊരു കള്ളി വിട്ടിട്ട് മാത്രമേ സെക്കൻഡ് നെയിം എഴുതാൻ പാടുള്ളൂ. അടുത്ത് നോക്കിക്കേ, റോൾ നമ്പർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ ID ഒന്നും എഴുതരുത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ റോൾ നമ്പർ എന്ന് നിങ്ങളുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോൾ നമ്പർ എന്ന് ഉള്ള ഭാഗം മാത്രമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു 6 അക്ക നമ്പർ ആയിരിക്കും. ആ 6 അക്ക നമ്പർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. അതനുസരിച്ച് താഴെ എന്ത് ചെയ്യുക? കറുപ്പിക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ആ ഒരു ബബിൾ കറുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവൻ ആ ബബിൾ കറുപ്പിക്കണം. പകുതി ഇതുപോലെ ഇങ്ങനെ കറുപ്പിച്ച് വെക്കരുത്. ഇങ്ങനെ പുറത്തോട്ടായിട്ടും കറുപ്പിച്ച് വെക്കരുത്, ഇങ്ങനെ ആയിട്ടൊന്നും കറുപ്പിച്ച് വെക്കരുത്. മുഴുവനായിട്ടും ആ ബബിൾ എന്ത് ചെയ്യുക? കറുപ്പിക്കുക. എന്താണ്? 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2ന്റെ അവിടെ കറുപ്പിക്കുക, 3 ആണെങ്കിൽ 3ന്റെ അവിടെ കറുപ്പിക്കുക, 4, 5, 6 അങ്ങനെയാണ് കറുപ്പിക്കേണ്ടത്. അപ്പോൾ ബബിൾ മുഴുവനായിട്ട് കറുപ്പിക്കാൻ പറയുന്നതിന് കാരണം നമ്മുടെ ഈ മാനുവലി അല്ല, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് മെഷീനിന് വായിക്കാൻ പറ്റണമെങ്കിൽ മുഴുവനായിട്ട് കറുപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ബബിൾസും വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? കറുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അടുത്തതാണ് ബുക്ക്ലെറ്റ് നമ്പർ. ഇങ്ങനെയേ കൊടുത്തിട്ടുള്ളൂ, ബുക്ക്ലെറ്റ് നമ്പർ എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 2 ഡൗട്ട് വന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണോ ബുക്ക്ലെറ്റ് നമ്പർ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ കൊടുക്കരുത്, ബുക്ക് കോഡോ ഒന്നും കൊടുക്കാൻ പാടില്ല. പാർട്ട് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ ആയിരിക്കണം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ സെറ്റ് A ആണെങ്കിൽ A കൊടുക്കുക, B ആണെങ്കിൽ B കൊടുക്കുക, C ആണെങ്കിൽ C കൊടുക്കുക, D ആണെങ്കിൽ D കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഏതാണോ നിങ്ങളുടെ കോഡ് വന്നത് അത് കൊടുക്കുക. ടിക്ക് ഇടുകയൊന്നും ചെയ്യരുത്, മുഴുവനായിട്ട് എന്ത് ചെയ്യുക? കറുപ്പിക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ സൈൻ നിങ്ങൾ ഇവിടെ ചെയ്യുക. ഇവിടെയും ആര് സൈൻ ചെയ്യണം? നിങ്ങളുടെ ടീച്ചർ, ഇൻവിജിലേറ്റർ സൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിഗ്നേച്ചർ നിങ്ങളും ചെയ്യണം, നിങ്ങളുടെ ടീച്ചറും ചെയ്യണം. എവിടെയൊക്കെ? ഹോൾ ടിക്കറ്റിലും OMR ഷീറ്റിലും. ഹോൾ ടിക്കറ്റിലും നിങ്ങളും സൈൻ ചെയ്യണം, ഇൻവിജിലേറ്ററും സൈൻ ചെയ്യണം. നിങ്ങളുടെ OMR ഷീറ്റിലും നിങ്ങളും സൈൻ ചെയ്യണം, ഇൻവിജിലേറ്ററും സൈൻ ചെയ്യണം. ഇത്രയും മനസ്സിലായോ? ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പേര് എഴുതുമ്പോൾ ഒരു കള്ളി വിടണം. ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ ആണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത്. അത് പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെതായിരിക്കണം എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഫില്ലിംഗ് പാർട്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ കാറ്റഗറി 1ന്റെ ഒരു ഭാഗമാണിത്. കാറ്റഗറി 1ന് പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇത് 3ഉം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ ഒരു 30 വരെയുള്ള ചോദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി എന്നുള്ളതായിരിക്കും. അതിവിടെ ഇങ്ങനെ കറുപ്പിച്ച് പോവുക. അത് മാത്സ് ആയിരിക്കും അടുത്ത ഭാഗം.
അതിങ്ങനെ കറുപ്പിച്ച് പോവുക. അതിനുശേഷം EVSന്റെ ഭാഗവും ഇങ്ങനെ കറുപ്പിച്ച് പോവുക. അപ്പൊ ഇത്രയാണ് കാറ്റഗറി 1ന്റെ പാർട്ട് 1. പിന്നെ ഫുള്ള് നേരെ കറുപ്പിച്ച് പോയാൽ മതി. ഓരോ ക്വസ്റ്റ്യന് നേരെയും കറുപ്പിക്കുക. ഒന്നിൽ കൂടുതൽ തവണയൊന്നും കറുപ്പിക്കരുത്. ഒരു ക്വസ്റ്റ്യന് ഒരു ബബിളിൽ മാത്രം വൃത്തിയിൽ എന്ത് ചെയ്യുക, കറുപ്പിച്ച് പോകും. ഒന്നിൽ കൂടുതൽ തവണയൊന്നും ഒരു ബബിൾ എന്ത് ചെയ്യരുത്, കറുപ്പിക്കരുത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഇവരുടെ പാർട്ട് 2. ഇവർക്ക് ലാംഗ്വേജ്, നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് തിരഞ്ഞെടുത്തത്, എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് തിരഞ്ഞെടുത്തത്, ഇപ്പൊ ഇവിടെ മലയാളമാണെങ്കിൽ ഇവിടെ മലയാളത്തിന്മേൽ കറുപ്പിക്കുക, മലയാളമാണെങ്കിൽ മലയാളം കറുപ്പിക്കുക, തമിഴാണെങ്കിൽ തമിഴ് ചെയ്യുക, കന്നഡയാണെങ്കിൽ കന്നഡ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാർട്ട് 3ൽ നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കറുപ്പിക്കുക. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. തമിഴാണെങ്കിൽ കന്നഡയാണെങ്കിൽ എന്താണെങ്കിലും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ വേണ്ടത് അത് മാത്രം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കറുപ്പിച്ച് പോവുക. മലയാളമാണെങ്കിൽ മലയാളം, അവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം എന്ത് ചെയ്യുക, കറുപ്പിച്ച് പോവുക. ക്ലിയർ അല്ലേ? ഇനി കാറ്റഗറി 2ന്റെ OMR ഷീറ്റാണ്. ഇങ്ങനെയാണ് നോർമലായിട്ട്. ഫസ്റ്റത്തെ കാര്യം എല്ലാം സിമിലർ ആണ്. ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് പോയി. ഇവിടെ കാറ്റഗറി 2 എന്നാവും, മറ്റേതിൽ കാറ്റഗറി 1 എന്നായിരുന്നു, ഇവിടെ കാറ്റഗറി 2 എന്നാവും. പേര് ഒരു ഗ്യാപ്പ് ഇട്ടിരുത്, 2 പേരുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം പേര് എഴുതുക. റോൾ നമ്പർ വളരെ ക്ലിയർ ആയിട്ട് കറുപ്പിക്കുക. ബുക്ക്ലെറ്റ് നമ്പർ പാർട്ട് 1ന്റെ ബുക്ക്ലെറ്റ് നമ്പർ കൊടുക്കുക, സൈൻ ചെയ്യുക, സെറ്റ് കറുപ്പിക്കുക, ഇൻവിജിലേറ്റർ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. ഇവരെ പാർട്ട് 1 എന്ന് പറയുന്നത് ഇവിടെയാണ് അടുത്ത പ്രശ്നം. നിങ്ങൾക്ക് പാർട്ട് 1ലെ സൈക്കോളജി നിങ്ങൾ സുഖമായി നിങ്ങൾ കറുപ്പിക്കുക, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സമയമാണ്. ഇത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഇല്ല. ഈ ഒരു ഭാഗം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഇല്ല. ലാംഗ്വേജ് മാത്രമേ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ളൂ. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാത്സും സയൻസും ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അത് നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചതെങ്കിൽ നിങ്ങൾ അതിന്റെ ചോദ്യങ്ങളായിരിക്കും 31 മുതൽ നിങ്ങൾക്ക് 90 വരെ ഉണ്ടാവാം. അപ്പൊ മാത്സും സയൻസിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ സോഷ്യൽ ആണ് കൂടുതൽ പഠിച്ചതെങ്കിൽ സോഷ്യൽ ബബിൾ ചെയ്യുക. നിങ്ങൾ ഇവിടെ എന്താണോ ബബിൾ ചെയ്തത് അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ മാത്സും സയൻസും ബബിൾ ചെയ്തു, അത് ചോദിച്ചിട്ട് ഇവിടെ സോഷ്യലിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളത് മുഴുവൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, മുഴുവൻ ചിലപ്പോൾ ശരിയുമായിരിക്കും, പക്ഷെ നിങ്ങളത് എന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇവിടെ കൊടുത്തത് അത് മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ മാത്സും സയൻസും ആണ് കൊടുത്തതെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ ആണ് കൊടുത്തതെങ്കിൽ അത് മാത്രം, അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യുക, മാർക്ക് ചെയ്യരുത്. അപ്പൊ ഇവിടെ നിങ്ങൾ സ്വന്തം ഡിസൈഡ് ചെയ്യുക നിങ്ങൾ ഏതാണ് പഠിച്ചത്, നല്ലോണം പഠിച്ചത് ഏതാണ്. മാത്സും സയൻസും ആണെങ്കിൽ അത് മാർക്ക് ചെയ്ത് പോവുക. സോഷ്യൽ ആണ് പഠിച്ചതെങ്കിൽ സോഷ്യൽ കറുപ്പിച്ചിട്ട് അത് മാർക്ക് ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? കാറ്റഗറി 2ലാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി അവരുടെ പാർട്ട് 2, അവരുടെ നമ്മളിപ്പോൾ പാർട്ട് 1 ആണ്, ഇതിൽ പാർട്ട് 1ലുള്ള ഭാഗമാണ് അത്. പാർട്ട് 2ൽ അവർക്ക് ഇതുപോലെ തന്നെ 2 ലാംഗ്വേജ്. ഇവിടെ ഇതാണ് പ്രശ്നം. അതുപോലെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതിൽ നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം തന്നെ ഇവിടെ ചൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കണം. നിങ്ങൾക്ക് ഇവിടെ ഹോൾ ടിക്കറ്റിൽ കാണാൻ പറ്റില്ല, മാത്സും സോഷ്യലും ഹോൾ ടിക്കറ്റിൽ കാണാൻ പറ്റില്ല. പക്ഷെ ലാംഗ്വേജ് നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കിയാൽ മതി, ഒരു സംശയം വേണ്ട. ഹോൾ ടിക്കറ്റ് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റേതിൻ്റെ നിങ്ങളിപ്പോൾ അവിടെ കൊടുത്തത് മലയാളമായിരിക്കും, പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണല്ലോ വെച്ചാൽ നിങ്ങൾ അവിടെ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യും. മാർക്ക് കിട്ടുമോ? കിട്ടില്ല. നിങ്ങൾ എന്താണോ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ കൊടുത്തത് അത് മാത്രമേ നിങ്ങൾക്ക് വാല്യൂ ചെയ്യുള്ളൂ. നിങ്ങൾ മലയാളമാണോ കൊടുത്തതെങ്കിൽ പാർട്ട് 2ൽ നിങ്ങൾക്ക് മലയാളം എന്ന് ഹോൾ ടിക്കറ്റിൽ കാണിക്കും. അതേസമയം നിങ്ങൾ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ പാർട്ട് 3ൽ കൊടുത്തതെങ്കിൽ അതിവിടെ ഇംഗ്ലീഷ് എന്ന് മാർക്ക് ചെയ്യുക. ഇതല്ലെങ്കിൽ നേരെ തിരിച്ചും ആവാം. നേരെ തിരിച്ച് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങളെ കൊടുത്തൊരു ഇംഗ്ലീഷ് ആയിരിക്കും. പാർട്ട് 2ൽ പേപ്പർ 1 നിങ്ങൾ കൊടുത്തൊരു ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് മലയാളമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് കറുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഈ ഒരു ബോക്സ് കറുപ്പിക്കാൻ മറന്നു പോകരുത്. ഇത് നോക്കിയിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ബോക്സുകൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അടുത്ത് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ലാംഗ്വേജ് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം പിന്നെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോൾ പാർട്ട് 2ൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലുള്ള 91 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതേസമയം പാർട്ട് 3ൽ മലയാളമാണെങ്കിൽ മലയാളത്തിലുള്ള 121 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതേ സമയം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന എന്താ, ഈ 121 മുതൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. 121 മുതലുള്ള മലയാളത്തിന്റെ ക്വസ്റ്റ്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടും. അതേസമയം ഇവിടെ എന്താണ്, മലയാളത്തിന് എന്തുണ്ടാവും, 91 മുതൽ 120 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ഓപ്ഷൻ ഏതാ, ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിന് 91 മുതൽ 120 വരെയുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി കാറ്റഗറി 3 വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് കാറ്റഗറി 3. ഇതെല്ലാം വളരെ സെയിം ആണ്. കാറ്റഗറി 1ന്റെയും 2ന്റെയും എങ്ങനെയാണോ നിങ്ങൾ ഫില്ല് ചെയ്തത്, പേരിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുക, റോൾ നമ്പർ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക, ബുക്ക്ലെറ്റ് നമ്പർ പാർട്ട് 1ന്റെ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക, സൈൻ ചെയ്യുക, സെറ്റ് നിങ്ങൾ കറുപ്പിക്കുക. ഇനി ഇവിടെ ഇവരുടെ പാർട്ട് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിട്ട് സൈക്കോളജിയാണ് പാർട്ട് 1.
ഇവിടെ പാർട്ട് 2 നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി എളുപ്പമാണ്, ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തത് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ചൂസ് ചെയ്തത് നിങ്ങൾ മലയാളമാണ് ചൂസ് ചെയ്തതെങ്കിൽ അത് ആൻസർ ചെയ്യുക. അതേസമയം നിങ്ങൾ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷ് ആൻസർ ചെയ്യുക. ഒരൊറ്റ ലാംഗ്വേജ് നിങ്ങൾക്ക് കാറ്റഗറി 3ലും 4ലും വരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ പാർട്ട് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ പേപ്പർ. ഇതാണ് OMRലെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത് കാറ്റഗറി 3ലും 4ലും ഉണ്ടാവും. അപ്പോൾ കാറ്റഗറി 3ൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഇപ്പം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി മാർക്ക് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് മൊത്തം ഹിന്ദിയിലായിരിക്കും. ഇപ്പം നിങ്ങളുടെ കാറ്റഗറി 2 ഇപ്പം കാറ്റഗറി 3 ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് മാർക്ക് ചെയ്യുക, എല്ലാ സാധനങ്ങളും എല്ലാ ആൻസേഴ്സും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ മാത്സ് ആണ് വന്നതെങ്കിൽ മാത്സ് കറുപ്പിക്കുക, നിങ്ങളുടെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇതാണ് കാറ്റഗറി 3ൻ്റെ എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി 4ഉം ഇതേപോലെ സിമിലർ ആണ്. ഫസ്റ്റത്തേതൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് പോവുക. പിന്നെ പാർട്ട് 1 അവർക്ക് വരുന്നത് ചൈൽഡ് പെഡഗോജി സൈക്കോളജി ആണ്. ഇവിടെയും അവർക്ക് ഒരു ലാംഗ്വേജേ വരുന്നുള്ളൂ. ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ ചൂസ് ചെയ്തത് ആ ലാംഗ്വേജ് കറുപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ ഏതാ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ. സൂയിങ് ആണെങ്കിൽ അങ്ങനെ, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ അത്, ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് കൊടുക്കുക, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഏതാണോ നിങ്ങൾ സബ്ജക്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള കാറ്റഗറി 4ൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കറുപ്പിച്ച് പോവുക. ക്ലിയർ ആണോ? അപ്പോൾ ഫസ്റ്റ് ഫില്ലിംഗ് പാർട്ട് 1, 2, 3, 4 എല്ലാവർക്കും എന്താണ് വളരെ സിമിലർ ആണ്. ഈ ഒരു ഫില്ലിംഗ് പാർട്ട് എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്ത് തന്നെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ എല്ലാത്തിൻ്റെയും സൈഡിൽ കാണപ്പെടുന്ന ഈ ബബിളുകളും എന്ത് ചെയ്യരുത്, മറന്നു പോകാൻ പാടില്ല. ക്ലിയർ ആണോ? OMR ഷീറ്റ് ക്ലിയർ ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരീക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. പരീക്ഷയിലുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹോൾ ടിക്കറ്റിലും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിലും നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത് നിങ്ങൾക്ക് ഒരു കാർബൺ കോപ്പി കിട്ടും. ആ കാർബൺ കോപ്പി കളയരുത്. നിങ്ങൾക്ക് ആൻസർ കീ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കി നിങ്ങൾ ക്വാളിഫൈ ആണോ അല്ലേ എന്ന് റിസൾട്ടിന് മുന്നേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് എന്ത്, ഈ കാർബൺ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ കോപ്പി എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. അതേസമയത്ത് തന്നെ ഹോൾ ടിക്കറ്റും നിങ്ങൾ എടുത്തു വെക്കണം. കാരണം ഇതിന് ശേഷം ഒരു DO വെരിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ട് നിങ്ങൾ വെരിഫിക്കേഷന് പോകണം DOന്റെ അടുത്ത്. അപ്പം നിങ്ങൾ ഈ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ കാർബൺ കോപ്പി, ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹോൾ ടിക്കറ്റും കാർബൺ കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് എടുത്തു വെക്കുക. നിങ്ങൾക്ക് പിന്നെയും അത് ആവശ്യമുള്ളതാണ്. അപ്പം ഇത്രയും വീഡിയോ മൊത്തം കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ OMR ഷീറ്റിലോ സംശയം ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാറ്റഗറീൻ്റെയും 1, 2, 3, 4ൻ്റെ എല്ലാ കാറ്റഗറീൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയായിരിക്കും, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എങ്ങനെയായിരിക്കും, അതിൻ്റെ OMR ഷീറ്റ് എങ്ങനെയാണ്, അതിൻ്റെയും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എങ്ങനെയായിരിക്കും OMR ഷീറ്റിൽ ഉണ്ടാവുക, എല്ലാത്തിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു വീഡിയോ ആണ്. ഇത്രയും മുഴുവൻ കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇനി ഒരു സംശയവും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു എക്സാം നല്ലോണം പോലെ എഴുതുക. ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും ഉറപ്പാണ്, ഞങ്ങൾക്കും ഉറപ്പാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഇനി വേണ്ടുള്ളൂ. അപ്പോൾ ഒരു ടെൻഷനും അടിക്കാതെ, മറന്നു പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് എന്ത് ചെയ്യും, ഓർമ്മ വരും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഓർമ്മ വരും. വളരെ കൃത്യമായി നിങ്ങൾ പോയിന്റുകളടക്കം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ഹാളിൽ നിന്ന് അത് ഓർമ്മ വരും. വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചു, റിലാക്സ് ആയി ഇരിക്കുക. എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കട്ടെ. ടീച്ചേഴ്സ് അക്കാഡമീൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവർക്കും ഞാനൊരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എക്സാമിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് അറിയിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ലെവൽ എങ്ങനെയായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ, ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഇതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നിങ്ങളുടെ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും നല്ല രീതിയിൽ കൂളായിരുന്നു, ചില്ലായിട്ട് നിന്ന് ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് ഇനിയും വീഡിയോകളായി നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു.